Watch India's largest kids library only on Jio Hotstar. Download the app now. നിന്നോട് എത്ര തവണ ഞാൻ വാൺ ചെയ്തിട്ടുള്ളതാ. ഇതാണ് നിന്റെ അവസാനത്തെ വാണിംഗ്. യുവർ ലാസ്റ്റ് വാണിംഗ്. ഓക്കേ? അച്ഛൻ ഇവിടെ? അച്ഛനല്ല, കമ്മീഷണർ. നീ ശരിക്കും ജോലി ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, ഇതായിരിക്കും നിന്റെ അവസാനത്തെ സലൂട്ട്. ഇവിടെ നീ നിന്റെ ചങ്ങാതിമാരുമായിട്ട് ആഹാരം അടിച്ചോണ്ടിരിക്കുക അല്ലേ? പോലീസിന്റെ ജോലി റൗഡികളെ പിടിക്കുക, മനസ്സിലാവുന്നുണ്ടോ? ആ ജോൺ എല്ലാ ബാങ്കുകളും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. അവനെ പിടിക്കാതെ നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അവനെ ഉടനെ പോയി പിടിക്കണം. കമ്മീഷണർ സാർ, ഇവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും അല്ല, ഇവര് മോട്ടു പത്ലുവാണ്. ഫുർഫുറെ നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇവരെന്നെ സഹായിക്കുന്നുണ്ട് അച്ഛാ. എല്ലാ ജോലിയും അവരാണ് ചെയ്യുന്നതെങ്കിൽ നിന്നെ പോലുള്ളവരുടെ ആവശ്യം എന്താ? ഇഡ്ലി, ദോശ, വട ഇതൊക്കെ സപ്ലൈ ചെയ്തോണ്ടിരുന്നോ? വേഗം പോയി അവനെ പിടിക്കേ. കമോൺ ക്വിക്ക്, വേഗം സ്ഥലം കാര്യാക്കാൻ. അങ്ങനെയൊന്നും പറയല്ലേ. നീ ഇപ്പൊ വെളിയിൽ പോയി ആ ജോണിനെ ഉടനെ പിടിക്കുന്നു, അല്ലെങ്കിൽ ജോലി രാജിവെച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്ക്. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ് ടു യു. അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ദോശ കൗണ്ടറിൽ നിന്ന് ജോലി ചെയ്യുന്ന അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. ചിങ്കം സാറേ, നിങ്ങൾ പേടിക്കണ്ട. അതെ ചിങ്കം സാറേ, ഞങ്ങളെ ജോണിനെ പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ കാലടിയിലിട്ട് തരുന്നതായിരിക്കും. താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾക്ക് നാളെ ഞാൻ എന്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ പുട്ടും കടലയും കൊണ്ടുവന്ന് തരാം. മോട്ടു ദേ അങ്ങോട്ട് നോക്ക്, ജോണിന്റെ വാൻ വരുന്നുണ്ട്. മോട്ടു ജോണിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്ക്, വിടരുത്. നമ്പർ 1, ഈ മോട്ടുവിന് എന്ത് പറ്റി? കടയിനെ വിട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ റോഡിൽ വന്ന് അവൻ നിൽക്കുന്നത്? മോട്ടു സമോസ കഴിക്കെ പണി തുടങ്ങ്. അവൻ ഇത്ര സമോസ കഴിക്കുന്നല്ലോ. നമ്പർ 1, എന്തെങ്കിലും ചെയ്ത് റിവേഴ്സ് തിരിക്ക്. എന്റെ അമ്മ മോട്ടു പത്ലു തരുന്ന വാക്ക് ഒരിക്കലും തെറ്റാറില്ല. അവര് പറഞ്ഞതുപോലെ ഇന്ന് തന്നെ ജോൺ എന്റെ കാലിന്റെ കീഴിൽ എത്തിച്ചു തന്നു. ഏയ് ജോൺ, കഴിഞ്ഞ മാസം നീ ഫുർഫുര നഗരത്തിൽ എന്തൊക്കെ മോഷ്ടിച്ചു? അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പൊ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ഈ ലോക്കപ്പിന്റെ പൂട്ട് ഒരിക്കലും തുറക്കില്ല. യെസ്, ഞാൻ കൊള്ളയൊന്നും അടിച്ചിട്ടില്ല, എനിക്കൊന്നും മാറിയില്ല. ജോൺ, നിനക്ക് ഞാൻ ലാസ്റ്റ് ചാൻസ് തരികയാണ്. നീ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞോ? പറയില്ല, പറയാൻ പറ്റില്ല. ഇനി വേറൊരു കാര്യം, ഇവൻ കൊള്ളയടിച്ച പണമെല്ലാം എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നിന്റെ ജോലി പോകും. മനസ്സിലാകുന്നുണ്ടോ? ജാഗ്രതയോടെ ജോലി ചെയ്യാൻ നോക്ക്. ഇന്നത്തോടെ ചിങ്ങം സാറിന്റെ ജോലി പോകാൻ പോകുന്നു. സന്തോഷം. എന്റെ അമ്മ മോട്ടു പത്ലു ഈ ജോൺ മോഷിച്ച വിവരങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ കമ്മീഷണർ സാർ, അതായത് എന്റെ അച്ഛൻ, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് വാർണിംഗ് തന്നിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യാ പറയൂ? ചിങ്കം സാറെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യാം. പത്തുലു, ചിങ്കം സാറിനെ നമ്മൾ വേഗം സഹായിച്ചേ പറ്റൂ. പക്ഷേ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തുലു നിനക്ക്? അതുകൊണ്ട് വേഗം എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഡോക്ടർ ജഡ്കയോട് സഹായം ചോദിക്കാൻ നമുക്ക്. ചിങ്കം സാറേ, നിങ്ങൾ വേഗം ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് വരൂ, വേഗം. ഷടാ, എന്റെ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇതാ കണ്ടോ എന്റെ പുതിയ കണ്ടുപിടുത്തം, മൈൻഡ് പ്രിന്റർ. പിന്നെ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടല്ലോ. മൈൻഡ് പ്രിന്ററോ? ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഇതിനെ നിങ്ങൾ ജോണിന്റെ തലയിൽ ഇതേപോലെ ഫിക്സ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അവൻ ഉത്തരം പറയുന്നോ ഇല്ലയോ. പക്ഷെ അവന്റെ ബുദ്ധി ആലോചിച്ചുകൊണ്ടല്ലേ ഇരിക്കുക. അവൻ ആലോചിച്ചതൊക്കെ ഈ പ്രിന്റർ മൂലം എല്ലാം പുറത്തു വരും. അതെ, അതിനുശേഷം നിങ്ങൾ ആ സ്ഥലത്ത് പോയി തെരഞ്ഞു നോക്ക്. നിങ്ങൾ തെരയുന്ന സംഭവം നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു വലിയേട്ടാ. ഞങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് ആ ജോണിന് തൊപ്പി ഇടുന്നതായിരിക്കും. വേണ്ട, എനിക്ക് എന്തിനാ ഇതൊക്കെ ഇട്ടു തരുന്നത്? ഞാനിതൊന്നും ഇടില്ല.
കഴിഞ്ഞ മാസം നീ കമൽപൂരിലേക്ക് പോയല്ലോ. അവിടുത്തെ ബാങ്കിൽ നിന്ന് നീ പണം മോഷ്ടിച്ചു. ഇനി പറ, ആ പണം നീ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? പറ. ജോണിനെ നശിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ കൊള്ളയടിച്ച പണമൊക്കെ എന്റെ ടെന്റിന്റെ പിറകിലുള്ള ഒരു ആൽമരത്തിന്റെ താഴെ ഞാൻ കുഴി തോണ്ടി വെച്ചിട്ടുണ്ട്. ഈ കാര്യം ഞാൻ ആർക്കും പറയില്ല. കൊള്ളയടിച്ച പണം മുഴുവനും ടെന്റിന് പുറകിലുള്ള ഒരു ആലമരത്തിന് അടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. മുഴുവൻ പണവും അവിടെ തന്നെയാണുള്ളത്. നിനക്ക് എങ്ങനെ ഇതറിഞ്ഞോ? ഞാൻ മൈൻഡിൽ വിചാരിച്ചതല്ലേ. കോൺസ്റ്റബിൾസ്, അതെല്ലാം പെട്ടെന്ന് എടുത്തോണ്ട് വരൂ. ജോൺ, ഇനി പറ, കഴിഞ്ഞ തവണ നീ ഗംഗാരാം ജ്വല്ലേഴ്സ് മോഷ്ടിച്ച സ്വർണ്ണങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞോ. കൊള്ളയടിച്ച സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ ചിങ്ങം സാറേ. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു മകനെ. ഇതാ, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ വായ തുറന്നൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് കൊള്ളയടിച്ചത്, എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാം? ബാസ് ബാസ്, എന്തോ പുതിയ ടെക്നോളജി കൊണ്ട് ഇവരെല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാ. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും അതൊക്കെ ഉടനെ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കൊള്ള മുതലിൽ പകുതിയും അവര് കൈക്കലാക്കി കഴിഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇതെനിക്ക് പ്രശ്നമാകുമല്ലോ. ഇപ്പോൾ ഞാൻ ചിങ്കം സാറിന്റെ തൊപ്പി തെറിപ്പിക്കാതെ വിടില്ല. ജോൺ, ഇപ്പോഴും നീ ചെയ്ത കുറ്റങ്ങളുടെ മുഴുവൻ ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ഇനി പറ, കഴിഞ്ഞ തവണ നീ സുരക്ഷാ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? പറ 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 പറ, വേഗം പറ. ലിസ്റ്റ് പോരട്ടെ. ചിങ്കം സാർ വളരെ നല്ലവനാണ്, ദയാലുവാണ്, കൃപാലുവാണ്. അദ്ദേഹത്തെ പോലെ ഒരു ഇൻസ്പെക്ടറെ നമുക്കൊരിക്കലും കാണുവാൻ പറ്റില്ല. ചിങ്കം സാറിനെ പോലെ മറ്റൊരാൾ ഇല്ലെന്ന് തന്നെ പറയാം. എന്റെ അമ്മോ, എന്നെ എന്തുമാത്രം ജോൺ പുകഴ്ത്തി സംസാരിക്കുന്നു. താങ്ക് യു. ചിങ്കം സാറെ, നിങ്ങൾ കിടന്ന് ഒരുപാട് സന്തോഷിക്കണ്ട. ഇവനൊരു വലിയ കൊള്ളക്കാരനാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇവനെന്തോ തരികിടൊപ്പിക്കുകയാണെന്നാ തോന്നുന്നത്. എല്ലാം തലതിരിഞ്ഞ് നടക്കുന്നത് പോലെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ചിങ്കം സാർ ഒരു പാവമാണ്. കാരണം അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഞാൻ മോഷ്ടിക്കുന്നതിനുള്ള കാരണം ഈ മോട്ടുവും പത്തലുമാണെന്നുള്ള കാര്യം. എന്റെ അമ്മോ, ആ ലിസ്റ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? വേഗം വായിക്കൂ, വേഗം വായിക്കൂ, വേഗം വായിക്കൂ, കേക്കട്ടെ. ഞാൻ എന്റെ ഈ മോഷണവും കളവും ഒക്കെ കഴിഞ്ഞ മാസമേ നിർത്തിയതായിരുന്നു. എന്നിട്ട് ഹിമാലയത്തിലേക്ക് പോവാനിരിക്കുകയായിരുന്നു. ഇതറിഞ്ഞ മോട്ടുവും പത്തലും എന്റെ അടുത്ത് വന്ന് എന്നെ പേടിപ്പിച്ച് എന്നെ വീണ്ടും മോഷ്ടിപ്പിക്കുകയായിരുന്നു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ചേർന്ന് എന്നെ തല്ലി. പാവം, ഞാൻ എന്ത് ചെയ്യും? വീണ്ടും മോഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ മോഷ്ടിച്ചു, വീണ്ടും മോഷ്ടിച്ചു, വീണ്ടും വീണ്ടും മോഷ്ടിച്ചു. ഇന്ന് പിടിയിലുമായി. മോട്ടുപത്ലു, ഞാൻ നിങ്ങളെ ഒരു കൂട്ടുകാരെ പോലെയാണ് കരുതിയത്. പക്ഷെ നിങ്ങൾ എനിക്കിട്ട് തന്നെ പണി തന്നല്ലോ. ചിങ്കം സാറെ, നിങ്ങൾ ഇതെന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് മോഷ്ടിക്കുന്നത്? ചിങ്കം സാറെ, ജോണി ഞങ്ങളെ കൊടുക്കാനുള്ള പരിപാടിയാണ്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. കോൺസ്റ്റബിൾസ്, നിങ്ങൾ മോട്ടുപത്ലുവിനെ പിടിച്ച് ലോക്കപ്പിനകത്തിടൂ. ജോൺ, ഐ എം റിയലി സോറി. കോൺസ്റ്റബിൾസ്, മര്യാദയ്ക്ക് ജോണിനെ ഇപ്പൊ തന്നെ പുറത്തേക്ക് വിടണം. ഇപ്പൊ തന്നെ വിടണം. ജോൺ, ഇപ്പൊ നീ ഒരു സ്വതന്ത്രനാണ്. താങ്ക് യു ചിങ്കം സാർ. എന്നെ മോട്ടു പത്ലുവിന്റെ കൈപ്പിടിയിൽ നിന്നും മോചിതനാക്കി അതിനു വേണ്ടി വളരെ നന്ദി. ബൈ ബൈ മോട്ടു പത്ലു. മോട്ടു, ജോണിന്റെ വൃത്തികെട്ട ചിരി കണ്ടില്ലേ? അവൻ ഗാഡ്ജറ്റ്സ് മിസ്യൂസ് ചെയ്ത് നമ്മളെ കുടുക്കിയിരിക്കുകയാണ്. ചിങ്കം സാറേ, നമ്മൾ എത്ര വർഷമായിട്ടുള്ള ഫ്രണ്ട്സാ. ഞങ്ങൾ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ചിങ്കം സാറേ, ഈ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളെ ഒന്ന് വിശ്വസിക്കൂ. ഈ ഒരൊറ്റ പ്രാവശ്യം. എന്റെ അമ്മ മോട്ടുപത്ലു, നിങ്ങൾ എന്തെന്നെ കരയിപ്പിക്കാൻ നോക്കുകയാണോ? എനിക്ക് നിങ്ങൾ ഒരുപാട് വിശ്വാസമുണ്ട്. അതെ, സത്യം. കോൺസ്റ്റബിൾസ്, മോട്ടുപത്ലുവിനെ ഇപ്പൊ തന്നെ പുറത്തേക്ക് വിടണം. ചിങ്കം സാറേ, ആ ജോൺ ഞങ്ങളെ രണ്ടുപേരും കുടുക്കിയെന്ന് ആലോചിച്ച് ഇപ്പൊ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ ജോണിന് നല്ലൊരു പണി കൊടുക്കണം. മോട്ടുവും പത്ലുവും ഇപ്പോ എന്നെ പോലീസ് തൊപ്പി ഉപയോഗിച്ച് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ അതേ തൊപ്പി ഉപയോഗിച്ച് അവന്മാരെ ജയിലിലാക്കി.
സ്ഥിതി എന്താണ്? എല്ലാരും എന്തിനാണ് ഒരേപോലെ തൊപ്പിയിട്ടിട്ട് വന്നിരിക്കുന്നത്? നമ്പർ 1 നമ്പർ 2 വേഗത്തിൽ ഇത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കേ. എനിക്ക് എന്താ തോന്നുന്നറിയോ? ജോണിനെ ആകാശത്തിലോട്ട് ഉയർത്തി അവിടുന്ന് താഴോട്ടേക്ക് ഇടണമെന്ന്. എന്റെ മനസ്സ് പറയുന്നത് ജോണിനെ നദിയിലേക്ക് എടുത്ത് കളയൂ. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, എനിക്കെന്താ തോന്നുന്നെന്ന് വെച്ചാൽ ജോണിനെ ഷാർക്കിന്റെ അടുത്ത് കൊണ്ടുപോയി ഇടണം. എനിക്ക് തോന്നുന്നു ജോണിന് 20 വർഷം അനുഭവമുള്ള ആനക്കൂട്ടത്തിൽ ഇട്ടിട്ട് വരണമെന്നാണ്. അല്ല, നീ എവിടേക്കാ ഓടി രക്ഷപ്പെടുന്നത് ജോണ്? എന്റെയും പത്നുവിന്റെയും കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് കേട്ടിട്ട് പോ. ഇപ്പോൾ ഞാൻ എങ്ങോട്ടാ പോകുന്നെന്ന് വെച്ചാൽ അവിടെ കടലും ഉണ്ടാവില്ല, ഷാർക്കും ഉണ്ടാകില്ല, ആനയും ഉണ്ടാകില്ല. എനിക്ക് ജയിലാണ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം. Watch India's largest kids library only on Geo Hotstar. Download the app now.